ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നിവിൻ പോളിയുടെ പുതിയതായിട്ട് റിലീസായിട്ടുള്ള പ്രതിച്ഛായ മൂവിയുടെ ഒരു റിവ്യൂവിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ നിവിൻ പോളിയുടെ എന്തുമാത്രം ഡൈ ഹാർഡ് ഫാൻ ആണെന്നുള്ള കാര്യം അല്ലേ. എനിക്ക് നിവിൻ്റെ അങ്ങ് തൊട്ട് ഇനി വരെയുള്ള എല്ലാ മൂവീസും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പ്രേമ ആയിക്കോട്ടെ, ആക്ഷൻ ഹീറോ ബിജു ആയിക്കോട്ടെ, വടക്കൻ സെൽഫി ആയിക്കോട്ടെ, ഇപ്പോൾ റിലീസ് ചെയ്ത സർവമായ ആയിക്കോട്ടെ, എല്ലാ മൂവിയും ഒരു മസ്റ്റ് വാച്ചുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിവിനെ. കാരണം നിവിൻ്റേതായിട്ടുള്ളൊരു വേ ഓഫ് എന്താ പറയുക, ആക്ടിങ് ഉണ്ട്, ഒരു ബ്യൂട്ടിനെസ് ഉണ്ട്, ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ദ വേ ഓഫ് സ്റ്റൈൽ ഹി പെർഫോംസ്, റൈറ്റ്? അപ്പം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് പ്രതിച്ഛായ എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂവിനെ പറ്റി പറയണം. ഞാൻ പോയി കണ്ടപ്പം എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ വലിയ പൊളിറ്റിക്കൽ പരമായിട്ട് സംഭവങ്ങളൊന്നും അറിയുന്ന ആളല്ല, പക്ഷെ ഞാൻ പോയിട്ടും എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ് ഈ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ബോറടിക്കത്തില്ല. പൊളിറ്റിക്കൽ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുൾ പൊളിറ്റിക്സ് ആയിരിക്കും, എനിക്കൊന്നും മനസ്സിലാവില്ല, ഇനി പൊളിറ്റിക്സ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന ഒരു മൂവിയാണ്. അത് മാത്രമല്ല, ദി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെയാണ് പുള്ളി ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, അത് കോംബോ ആയിട്ട് വരുന്ന ഷറഫുദ്ദീൻ്റെ ആക്ടിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം ആ ആംഗിൾ, ടേക്ക്, എല്ലാ കാര്യങ്ങളും ഇപ്പം ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള മൂവിയാണ് പ്രതിച്ഛായ എന്ന് പറയുന്ന മൂവി. കാരണം ഈ എലക്ഷൻ ഒക്കെ അടുത്ത് വരികയാണ്. അപ്പം എലക്ഷൻ സംബന്ധമായി, പൊളിറ്റിക്കൽ സംബന്ധമായി എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഈ ഒരു മൂവിയുടെ ബേസിസ് വെച്ചാണ്. കാരണം നല്ലൊരു മൂവിയാണ്. പിന്നെ നിവിൻ്റെ ആക്ടിങ്ങിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിവിൻ എന്ന് കേൾക്കുമ്പോഴേ ഞാൻ ഓടിച്ചടിച്ചിടെ പോകാറുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പ്രതിച്ഛായ എന്നുള്ള മൂവി പോയി ഉറപ്പായിട്ടും കാണണം. കാരണം ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് അടിപൊളി മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എങ്ങനെയാണ്, പോവല്ലേ?